ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തീപിടുത്തത്തിൻ്റെയും മരണത്തിൻ്റെയും വാർത്തകളുമായാണ് ഇന്ന് പത്രലോകം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ദില്ലിയിലാണ് ഹോട്ടലിന് തീപിടിച്ചത്. 17 പേർ മരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മരിച്ച 17 പേരിൽ 3 പേർ മലയാളികളാണ് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു ആ തീപിടുത്തത്തെ. മലയാള മനോരമ ആ വാർത്ത ലീഡാക്കുന്നു. ഒട്ടുമിക്ക പത്രങ്ങളിലെയും ലീഡ് വാർത്ത അത് തന്നെയാണ്. മരിച്ചവരിൽ മലയാളി അമ്മയും 2 മക്കളും. ഒരു കുടുംബത്തിലെ 3 ആളുകളാണ് മരിച്ചിരിക്കുന്നത് എന്നത് ദുരന്തത്തിൻ്റെ ആഴം കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. ജോ ജേക്കബ് അത് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മലയാള മനോരമയിൽ. അതിങ്ങനെയാണ്: തലസ്ഥാനത്തെ തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ കരോൾ ബാഗിലെ ഹോട്ടൽ അർപ്പിത് പാലസിൽ ഇന്നലെ പുലർച്ചെ 4 മണിക്കുണ്ടായ തീപിടുത്തത്തിൽ 17 പേർ മരിച്ചു. അമ്മയും 2 മക്കളും ഉൾപ്പെടെ 3 മലയാളികളും ദുരന്തത്തിനിരയായി. 35 പേർക്ക് പരിക്കേറ്റു. AC ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. 24 ഫയർ എഞ്ചിനുകൾ 3 മണിക്കൂർ ശ്രമിച്ച് രാവിലെ 7-ന് തീ ശമിപ്പിച്ചു. 45 മുറികളുള്ള ഹോട്ടലിൽ 100-ലധികം താമസക്കാരുണ്ടായിരുന്നു. ബന്ധുവിൻ്റെ വിവാഹത്തിന് ദില്ലിയിലെത്തിയ എറണാകുളം ചേരാനല്ലൂർ നടുവിലപ്പള്ളിക്ക് സമീപം പനിലേലിൽ പളനിയമ്മ, മക്കളായ വിദ്യാസാഗർ, ജയശ്രീ എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇവരുടെ 10 ബന്ധുക്കളും ഹോട്ടലിലുണ്ടായിരുന്നുവെങ്കിലും അവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്ത മലയാള മനോരമ നമുക്ക് തരുന്നത്. അതിൻ്റെ ഒരു ചിത്രം കൂടി മനോരമ വാർത്തയ്ക്കൊപ്പം തന്നിരിക്കുന്നു. വലിയ ഹോട്ടലുകളിലൊക്കെ തീപിടുത്തമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് ഉതകുന്ന വാതിൽ ഉണ്ടാകും. ഇവിടെയും വാതിലുണ്ടായി. പക്ഷേ ആ രക്ഷാവാതിൽ, പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നില്ല. അത് ദുരന്തത്തിന് കൂടുതൽ ആക്കം നൽകുകയും ചെയ്തു. ഹോട്ടലിലെ അനധികൃത നിർമ്മാണം, സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത എന്നിവയാണ് ദുരന്തത്തിൻ്റെ തീവ്രത കൂട്ടിയത്. രക്ഷാവാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. 5 നില ഹോട്ടലിൻ്റെ 4 നിലയ്ക്ക് നിർമ്മാണാനുമതി ഉണ്ടായിരുന്നുള്ളൂ. 2-ാം നിലയിൽ തുടങ്ങിയ തീ മുകൾ നിലയിലേക്ക് പടർന്ന് കയറുകയായിരുന്നു. ആം ആദ്മി പാർട്ടി ഈ ദുരന്തത്തെ മുൻനിർത്തി അവരുടെ വാർഷിക ആഘോഷം റദ്ദാക്കി എന്ന ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് ദില്ലി സർക്കാർ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്നലെ വൈകിട്ട് നടത്താനിരുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ വാർഷികാഘോഷ സംഗീത പരിപാടി ഒഴിവാക്കുകയും ചെയ്തു എന്ന വാർത്ത ഇന്ന് ഈ വാർത്തയ്ക്കൊപ്പം തന്നെ മനോരമ തന്നിരിക്കുന്നത്. മനോരമയുടെ 1-ാം പുറം തരുന്ന മറ്റൊരു വാർത്ത, സിനിമ ടിക്കറ്റിന് നികുതിയടക്കം ഒന്നിനും മാറ്റമില്ല. പുതിയ നികുതി നിലവാരം ഏപ്രിൽ 1-ന് നടപ്പാക്കും. സിനിമാ ടിക്കറ്റിന് 10% വിനോദ നികുതി അടക്കം സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച എല്ലാ നിരക്കുകളും ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലാക്കി. 1% സെസ്സിൻ്റെ വർധനവ് അത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളായതുകൊണ്ടാകാം അത് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ സിനിമ ടിക്കറ്റിൻ്റെ മേൽ വന്നിരിക്കുന്ന 10% നികുതി വർധന, വിനോദ നികുതി വർധനവ്, അതുമായി ബന്ധിപ്പിച്ച് നടൻ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ മുഖ്യമന്ത്രിയെ കണ്ടെങ്കിലും ആ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നും മലയാള മനോരമയുടെ ഈ വാർത്ത നമ്മോട് പറയുന്നു. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. പാർലമെന്റിന്റെ സമ്മേളനം ഇന്ന് തീരുന്നു. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്കാണ് എല്ലാ അംഗങ്ങളും സഞ്ചരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ MP-മാർ വരും. അങ്ങനെ പുതിയ പാർലമെന്റ് രൂപം കൊള്ളും. ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു ഇടക്കാല ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തരാള ഘട്ടത്തിൽ വാർത്തകൾ കാണുക.
റാഫേലുമായി ബന്ധിപ്പിച്ച വാർത്തകൾ അനുദിനമെന്നോണം കൂടുതൽ വാർത്തകൾ വരുന്നു. നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് 1-to-1 എന്ന നിലയ്ക്ക് സർക്കാരുകൾ തമ്മിലുണ്ടാക്കിയ ഒരു കരാർ. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാവുന്നതുമാതിരി റാഫേൽ വിമാനം ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്. ആ റാഫേൽ വിമാനവുമായി ബന്ധിപ്പിച്ച് വലിയ അഴിമതി കഥകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നാകട്ടെ അതുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു ഇമെയിൽ സന്ദേശം നമുക്ക് ആരാണ് തന്നത്? അത് സത്യത്തിൽ അച്ചടിച്ചു വന്നത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിലാണ്. ഇതുവരെ ഇതുമായി ബന്ധിപ്പിച്ച വാർത്തകളൊക്കെ അച്ചടിച്ചു വന്നത് അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ പുറത്തേക്ക് തന്നത് എൻ റാം എഴുതിയ ലേഖനങ്ങളിലൂടെ ഹിന്ദു ആയിരുന്നു എങ്കിൽ ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത പുറത്തുവിട്ടു. ഒരുപക്ഷെ ഈ കാര്യത്തിൽ ലഭിക്കാവുന്ന, ഈ അഴിമതി വാർത്തയ്ക്കിടയിൽ ലഭിക്കാവുന്ന ഏറ്റവും ആധികാരികമായ ഒരു വാർത്തയായത് മാറി. അതൊരു ഇമെയിലിനെ മുൻനിർത്തിയ ആയിരിക്കുന്നത് കൊണ്ട് സിറാജ് എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്ത അതാക്കി മാറ്റിയിരിക്കുന്നു. റാഫേലിൽ രാഹുലിൻ്റെ ഇമെയിൽ ബോംബ് എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. ഈ ഇമെയിലുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പ്രവർത്തിച്ചത് അംബാനിയുടെ ചാരൻ എന്ന നിലയ്ക്കാണ്. അല്ലെങ്കിൽ അനിൽ അംബാനിക്ക് പണമുണ്ടാക്കി കൊടുക്കാൻ പോന്ന ഒരു ഇടനിലക്കാരൻ എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി തരം താഴ്ന്നിരിക്കുന്ന വസ്തുത കൃത്യമായും വെളിവാക്കുന്ന ഒരു ഇമെയിൽ ബോംബായി അത് മാറിയിരിക്കുന്നു എന്നാണ് വാർത്ത നമ്മോട് പറയുന്നത്. കാണുക, റഫേൽ വിമാനത്തിൽ പ്രധാനമന്ത്രിയെ പ്രതിരോധത്തിലാക്കി പുതിയ തെളിവുകളുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. റഫേലിൽ അനധികൃത ഇടപെടലുകൾ നടന്നുവെന്ന് വ്യക്തമാക്കുന്ന ഹെലികോപ്റ്റർ നിർമ്മാതാക്കളായ എയർബസ് ഉദ്യോഗസ്ഥരുടെ ഇമെയിൽ സന്ദേശമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. അനിൽ അംബാനിയും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളിലാണ് മെയിലിലുള്ളത്. റഫേലിൽ പ്രധാനമന്ത്രി മോദിയും ഫ്രാൻസും തമ്മിൽ ധാരണാപത്രം ഒപ്പിടുമെന്ന് അംബാനി അറിയിച്ചതായി ഇമെയിൽ വ്യക്തമാക്കുന്നു. 2015 മാർച്ച് 28 ഇമെയിൽ. റാഫേൽ കരാർ ഒപ്പിടുന്നത് ആ വർഷം ഏപ്രിലിലും പ്രതിരോധ മന്ത്രിക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ വിദേശകാര്യ സെക്രട്ടറിക്കോ അറിവില്ലാത്ത കരാർ വിവരം എങ്ങനെയാണ് ആ സമയം അനിൽ അംബാനിക്ക് കിട്ടിയത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. പ്രതിരോധ മന്ത്രിക്ക് അറിയില്ല, പ്രതിരോധ സെക്രട്ടറിക്ക് അറിയില്ല, അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അറിയാത്ത അതീവ രഹസ്യമായ ഈ ഇടപാടിൻ്റെ വിശദാംശങ്ങളെല്ലാം, അതായത് 36 വിമാനങ്ങൾ വാങ്ങാൻ പോകുന്നു, അത് ഇന്നേക്ക് ഒപ്പിടാൻ പോകുന്നു എന്ന നിലയ്ക്ക് പാരീസിൽ വെച്ച് അനിൽ അംബാനി എങ്ങനെയാണ് ഇതുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ അവിടുത്തെ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിലിരുന്ന് പ്രതിരോധ മന്ത്രിയുടെ സഹായിയെ തുറന്ന് അറിയിച്ചത് എന്ന കാര്യം വലിയ അത്ഭുതമായി മാറിയിരിക്കുന്നു. ഈ ഇമെയിൽ സന്ദേശം വിശ്വസിക്കാമെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു ബോംബായി, ഇമെയിൽ ബോംബായി മാറിത്തീർന്നിരിക്കുന്നു. മോദിയെ ഏറ്റവും അധികം പ്രതിരോധത്തിൽ എത്തിക്കുന്ന ഈ റാഫേൽ വിമാന ഇടപാടിലെ സജീവമായ ഒരു തെളിവ്, ഒരു കണ്ണി ആയി അത് മാറിയിരിക്കുന്നു. തെറ്റ് ചെയ്തത് കൊണ്ടാണ് മോദിക്ക് JPC അന്വേഷണം വൈകിക്കുന്നത്. വിശദമായ അന്വേഷണം നടക്കണം. അഴിമതിയുടെ പ്രശ്നം മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല. രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഗൗരവതരമായ ഒരു പ്രശ്നമാണിത്. രഹസ്യങ്ങൾ എന്ന മാതിരി സൂക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഭരണഘടനാപരമായി ഈ പ്രധാനമന്ത്രിക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്വത്തിൻ്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നതുകൊണ്ട് ഇതൊരു രാജ്യദ്രോഹ കുറ്റം കൂടിയാണ് എന്ന നിലയ്ക്കുള്ള വാദമുഖങ്ങളും ഉയർന്നു വന്നിരിക്കുന്നു. കരാറിന് മുമ്പേ അംബാനിയുടെ ഫ്രഞ്ച് കൂടിക്കാഴ്ച, കരാർ ഒപ്പിടാൻ 2015 ഏപ്രിൽ 9 പ്രധാനമന്ത്രി പാരീസിലെത്തുന്നത്. അതിന് 10 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് അനിൽ അംബാനി അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അനിൽ അംബാനി അവിടെ എത്തി തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് കമ്പനി തന്നെ ഉണ്ടാക്കിയത്. അതും നാം ആലോചിക്കണം.
അതായത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്നതിന് ശേഷം അദ്ദേഹം കമ്പനി ഉണ്ടാക്കുന്നു, ആ കമ്പനിക്ക് ഈ ജോലി കിട്ടുന്നു, അതിലൂടെ 31,000 കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെടുന്നു. കരാറിന് മുമ്പേ അംബാനിയുടെ ഫ്രഞ്ച് കൂടിക്കാഴ്ച എന്ന ശീർഷകത്തിൽ ആ വിശദാംശം സിറാജ് ഒരു ബോക്സ് വാർത്തയായി തരുന്നത് കാണുക. നരേന്ദ്രമോദി റഫേൽ കരാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഫ്രാൻസിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നതനുമായി റിലയൻസ് ഡിഫൻസ് കമ്പനി ഉടമ അനിൽ അംബാനി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള കൂടിക്കാഴ്ച നടത്തിയതായുള്ള വെളിപ്പെടുത്തൽ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. 2015 മാർച്ചിൽ നരേന്ദ്രമോദി പുതിയ റഫേൽ കരാർ പ്രഖ്യാപിക്കുന്നതിന് 2 ആഴ്ച മുമ്പാണ് അനിൽ അംബാനി ഉന്നത ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയായിരുന്ന ജീൻ യൂവസ് ലീ ഡ്രിയാന്റെ, പ്രതിരോധ ഉപദേഷ്ടാവ് ജീൻ ക്ലൗഡ് മാലറ്റ്, വ്യാവസായിക ഉപദേഷ്ടാവ് ക്രിസ്റ്റഫെ സലോമൺ, സാങ്കേതിക ഉപദേഷ്ടാവ് ജെഫ്രി ബൊക്കറ്റ് എന്നിവർ പങ്കെടുത്തതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തിടുക്കപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച ഒരുക്കിയതെന്നും രഹസ്യ സ്വഭാവമുള്ളതായിരുന്നുവെന്നും യൂറോപ്യൻ പ്രതിരോധ കമ്പനി ഉദ്യോഗസ്ഥനോട് ക്രിസ്റ്റഫ സലോമൺ വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടിലുണ്ട്. അനിൽ അംബാനി ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയ ഓഫീസിലെത്തുമ്പോൾ മോദിയുടെ ഫ്രാൻസ് സന്ദർശനം പ്രഖ്യാപിച്ചിരുന്നു. അംബാനി വന്നു പോയതിന് പിന്നാലെ ഏപ്രിൽ 9 മോദി ഫ്രാൻസിലെത്തി ഈ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതായത് കരാറിലുടനീളം അതുമായി ബന്ധിപ്പിച്ച എല്ലാ രഹസ്യ കാര്യങ്ങളും അനിൽ അംബാനിക്ക് അറിയാമായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് വായനക്കാർ എത്തിച്ചേരേണ്ടത്. അതേസമയം ആ കാര്യങ്ങളൊന്നും അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രിയായ പരീക്കർക്ക് അറിയാനും കഴിയുമായിരുന്നു, മനോഹർ പരീക്കർക്ക് അറിയാൻ കഴിയുമായിരുന്നില്ല. ഏപ്രിൽ 9 ഫ്രാൻസിൽ അദ്ദേഹം ഇത് മോദി ചർച്ച ചെയ്യുമ്പോൾ അപ്പോഴും നമ്മുടെ മനോഹർ പരീക്കർ അത് HAL-ലുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യയിൽ. എന്ന് പറഞ്ഞാൽ HAL-നെ മാറ്റി അനിൽ അംബാനി ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞ കാര്യം നമ്മുടെ പ്രതിരോധ മന്ത്രിക്കോ പ്രതിരോധ സെക്രട്ടറിക്കോ അറിയാതിരിക്കുന്നു എന്നതാണ് അതിൽ അത്ഭുതം. എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൻ്റെ, ഈ ഇടപാടിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും മോദിക്ക് എന്തൊക്കെ അറിയാമായിരുന്നുവോ അതൊക്കെ മറ്റ് ഭരണാധികാരികൾ അറിയുന്നതിന് മുമ്പ് അനിൽ അംബാനി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖകരമായ സത്യമാണ് ഈ ഇമെയിലിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് ചെറിയ പ്രതിഷേധങ്ങളൊന്നുമല്ല ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ BJP-ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധിപ്പിച്ച് ആശങ്കകൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഇനിയും കൂടുതൽ ഗൗരവ പ്രകൃതിയിലേക്ക് കടക്കാനാണ് സാധ്യത എന്ന് ഈ വാർത്തകളെ മുൻനിർത്തിയുള്ള അനുമാനങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാനാകും. ഇതാണ് ഇന്ന് റഫേൽ ഇടപാടുമായി നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ ഇന്ന് രാവിലെ റഫേൽ ഇടപാടുമായി മോദിക്കെതിരെ കൂടുതൽ തെളിവുകൾ പിന്നെയും പുറത്തേക്ക് വന്നിരിക്കുന്നു. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നാളത്തെ പത്രത്തിൽ കാണാം. അടുത്ത വാർത്തയിലേക്ക് സഞ്ചരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പരസ്യ ഇടവേള. കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട തുറക്കുന്നു ഇന്ന്. ആ നിലയ്ക്ക് വാർത്തകൾ വരുമ്പോൾ സാധാരണഗതിയിൽ ഭക്തിസാന്ദ്രമായ സന്തോഷമുണ്ടാകേണ്ട ഇത്തരം വാർത്തകൾ സത്യത്തിൽ ആശങ്ക ഉൽപ്പാദിപ്പിക്കുന്ന വാർത്തകളാക്കി മാറ്റിയിരിക്കുന്നു BJP-യുടെ അക്രമ സമരങ്ങളെന്ന് നമുക്കറിയാം. നട തുറന്നു, നിരോധനാജ്ഞയില്ല, കനത്ത സുരക്ഷയിൽ ശബരിമല. ഇത്തവണ നിരോധനാജ്ഞ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കനത്ത പോലീസ് സുരക്ഷയിൽ കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുവതികൾ ദർശനത്തിനെത്തിയാൽ ഉണ്ടാകുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്ന് ജില്ലാ പോലീസ് നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും ജില്ലാ കളക്ടർ ഇതുവരെ നിരോധനാജ്ഞയ്ക്ക് അനുമതി നൽകിയിട്ടില്ല എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ന് നമുക്ക് ദൃശ്യമാധ്യമങ്ങൾ ഇതിൻ്റെ തുടർ വാർത്തകൾ തരും. കേരളത്തിൻ്റെ നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. ആ വാർത്ത സിറാജ് എന്ന പത്രം ഒന്നാം പുറത്ത് വരുന്നത് ഇങ്ങനെ: നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജനുവരി 25 ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ജനുവരി 31 ധനമന്ത്രി ബജറ്റും അവതരിപ്പിച്ചു. 10 ദിവസമാണ് ഇത്തവണ സഭ ചേർന്നത്.
ഇന്ന് പാർലമെന്റ് സമ്മേളനം, തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഇന്ന് സമ്മേളനം അവസാനിക്കുന്നു. മോദിയുടെ ആഭിമുഖ്യത്തിലുള്ള പാർലമെന്റ് അതിന്റെ അവസാന യോഗം ഇന്ന് അവസാനിക്കുന്നു. ദേശാഭിമാനി റഫേലിനെ പറ്റിയുള്ള പുതിയ വെളിവാക്കലിന്റെ കാര്യമാണ് ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. മോദിക്ക് മുമ്പേ അംബാനി പറന്നു പാരീസിലേക്ക്. റഫേലിൽ പുതിയ വെളിപ്പെടുത്തൽ. ദസാൾട്ടിൽ നിന്ന് ഇന്ത്യ റഫേൽ വിമാനങ്ങൾ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഫ്രഞ്ച് യാത്രയ്ക്ക് തൊട്ടു മുമ്പ് റിലയൻസ് ഡിഫൻസ് ഉടമ അനിൽ അംബാനി ഫ്രാൻസിലെത്തി പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഈ കരാറിനെ പറ്റി ചർച്ച ചെയ്തു. ഒരു ധാരണാപത്രം തയ്യാറായി വരുന്നുണ്ടെന്നും പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ അത് ഒപ്പിടാൻ താല്പര്യമുണ്ടെന്നും ഫ്രഞ്ച് ഉദ്യോഗസ്ഥരെ അനിൽ അംബാനി ആ സമയത്ത് അറിയിച്ചു. മറ്റൊരു വാർത്ത ദേശാഭിമാനി തരുന്നത് CAG റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചിട്ടില്ല. ഇന്ന് അത് വയ്ക്കും. ഇന്നലെ അത് ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതുമായി ബന്ധിപ്പിച്ച ചോദ്യങ്ങൾ ആകുമായിരുന്നു. പക്ഷേ അത് വെക്കാത്തത് കൊണ്ട് ആർക്കും ഒന്നും പറയാനില്ലാതെ പാർലമെന്റ് സമ്മേളനം ഇപ്പോൾ പിരിയുമ്പോൾ CAG റിപ്പോർട്ടുമായി MP-മാർക്ക് സഞ്ചരിക്കാം എന്നതിൽ കവിഞ്ഞ് പാർലമെന്റിൽ കമ എന്നൊരക്ഷരം ആ CAG റിപ്പോർട്ടുമായി പറയാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ മോദിയും കൂട്ടരും വിജയിച്ചു എന്ന് വേണം കരുതാൻ. റാഫേൽ വിമാന ഇടപാട് പരിശോധിച്ചുള്ള CAG റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ച പാർലമെന്റിൽ വെച്ചില്ല. റിപ്പോർട്ട് തിങ്കളാഴ്ച രാഷ്ട്രപതിക്ക് കൈമാറിയിരുന്നു. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ബുധനാഴ്ചയാകും പാർലമെന്റ് റിപ്പോർട്ട് വയ്ക്കുക. അവസാന ദിവസമായതിനാൽ ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തിന് അവസരം ലഭിക്കില്ല. നല്ല മികവാർന്ന ഒരു സംവിധാനം തന്നെ ഈ കാര്യത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ വിരുദ്ധനായ നമ്മുടെ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ അതിശക്തമായ സമ്പന്നമായ ഒരു സംവിധാന ശൈലി പുലർത്തിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. പ്രളയബാധിത മേഖലകളിലെ ബാങ്ക് ജപ്തി അത് ഒഴിവാക്കും. സഹകരണ ബാങ്കിന്റെ അടക്കമുള്ള ജപ്തി പാടില്ല എന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു കേരള സർക്കാർ. ആ വാർത്ത മാധ്യമം ഒന്നാം പുറത്ത് നമുക്ക് തരുന്നു. പ്രളയ മേഖലകളിൽ ജപ്തി പാടില്ല എന്ന് ബാങ്കുകൾക്ക് സർക്കാർ നിർദ്ദേശം. ജപ്തി നോട്ടീസ് അയക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗം ഇത് പരിഗണിച്ചത്. കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ച പ്രദേശങ്ങളെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ബാങ്കേഴ്സ് സമിതിയോട് കേരള സർക്കാർ ആവശ്യപ്പെടും എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. കോൺഗ്രസിന്റെ പാർലമെന്റ് മത്സരത്തിലെ കേരളത്തിലെ പ്രാഥമിക പട്ടിക തയ്യാറായ വാർത്ത ഇന്ന് മംഗളം ഉൾപേജ് വാർത്തയായി തരുന്നു. കോൺഗ്രസ് പ്രാഥമിക പട്ടികയായി ആറ് പേർ സിറ്റിംഗ് MP-മാരായിരിക്കും. ഷാലു മാത്യു ആണ് കോട്ടയത്ത് നിന്ന് വാർത്ത എത്തിക്കുന്നത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 16 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. 6 സിറ്റിംഗ് MP-മാരടക്കം സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക തയ്യാറായി. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും ഓരോ സീറ്റ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് KPCCയുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് എതിർപ്പില്ലെങ്കിൽ സിറ്റിംഗ് MP-മാരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് ദേശീയ തലത്തിലെ ധാരണ. AI ഷാനവാസ് അന്തരിച്ചത് മൂലം വയനാട്ടിലും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാത്തതിനാൽ വടകരയിലും മാത്രമേ സിറ്റിംഗ് സീറ്റുകളിൽ പുതിയ ആളുകളെ കണ്ടെത്തേണ്ടി വരികയുള്ളൂ. MLA-മാർ മത്സരിക്കാൻ സാധ്യതയില്ല. MM ഹസന് സീറ്റ് കിട്ടാൻ ഇടയുമില്ല. തുടങ്ങിയ വാർത്തകളൊക്കെയാണ് ഇന്ന് മംഗളം ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് തരുന്നത്. താൽക്കാലികമായി നിയമിച്ച നാഗേശ്വര റാവു എന്ന മുൻ CBI മേധാവി അദ്ദേഹം കോടതിയെ ലക്ഷ്യം കാട്ടിയതിൻ്റെ പേരിൽ 1 ലക്ഷം രൂപ പിഴയടക്കേണ്ടി വന്നു. കോടതി പിരിയേണ്ടി വരുന്നതുവരെയുള്ള തടവ് അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. മാതൃഭൂമി ഒന്നാം പുറം ആ വാർത്ത നമുക്ക് തരുന്നു. സ്ഥലം മാറ്റം കോടതി അലക്ഷ്യം, നാഗേശ്വര റാവുവിന് ശിക്ഷ. ഈ ആളുകളെയൊക്കെ കണ്ടെത്തി അവരോധിച്ചത് നരേന്ദ്രമോദിയാണെന്ന് ആലോചിക്കണം. ഉത്തരവ് ലംഘിച്ച് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ CBI ഇടക്കാല ഡയറക്ടറായിരുന്ന ഇപ്പോഴത്തെ അഡീഷണൽ ഡയറക്ടർ നാഗേശ്വര റാവുവിനെയും CBIയുടെ പ്രോസിക്യൂഷൻ ഡയറക്ടർ S ഭാസുരാമിനെയും സുപ്രീം കോടതി അലക്ഷ്യത്തിന് ശിക്ഷിച്ചു. കോടതി പിരിയും വരെ കോടതി മുറിയിൽ ഇരിക്കാനും
1,00,000 രൂപ പിഴയടയ്ക്കാനുമാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടത് എന്നാണ് ഈ മാതൃഭൂമിയുടെ 1-ാം പേജ് വാർത്ത നമ്മോട് പറയുന്നത്. ദേശീയ പണിമുടക്ക് നടന്നു. അത് ജനുവരി 8, 9 തീയതികളിലായിരുന്നു. കേരളത്തിലെ NGO-മാർ ആ പണിമുടക്കിൽ സജീവമായി പങ്കെടുത്തു എന്ന് നമുക്കറിയാം. എങ്കിലും പണിമുടക്ക് നടത്തിയ 8, 9 തീയതികളിലെ ശമ്പളം അവർ കൃത്യമായി എണ്ണി വാങ്ങി. അവരുടെ സംഘടിത ശക്തിയുടെ പിൻബലത്തിൽ എന്ന് വേണം അനുമാനിക്കാൻ. ആ ദിവസങ്ങൾ ക്യാഷ് ലീവാക്കി പരിവർത്തിപ്പിക്കുന്നതിൽ സർക്കാർ അവരെ സഹായിച്ചു. ആ വാർത്ത ഇന്ന് പത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിന് 166 കോടി രൂപ ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ കാലത്ത് നൽകേണ്ടിയും വന്നു. ഏതായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ദേശീയ പണിമുടക്ക് ദിനങ്ങൾ ക്യാഷ് ലീവായി മാറ്റിയ ആ വാർത്ത ദീപിക 1-ാം പുറത്തു തരുന്നത് ഇങ്ങനെയാണ്. ദേശീയ പണിമുടക്കിന് അവധി, സർക്കാരിന് ചിലവ് 166 കോടി. 2 ദിവസത്തെ ദേശീയ പണിമുടക്കിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പ്രസ്തുത ദിവസം ആകസ്മിക അവധി ഉൾപ്പെടെ അർഹതപ്പെട്ട അവധിയായി അനുവദിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. 2 ദിവസത്തെ ശമ്പള ചെലവ് 166 കോടി രൂപ ആയിരിക്കുമെന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ജിഗ്നേഷ് മേവാനി MLA, ഗുജറാത്ത് MLA ആണ്. അദ്ദേഹത്തെ ജിഗ്നേഷിനെ മുഖ്യാതിഥിയാക്കിയതിന്റെ പേരിൽ ഗുജറാത്തിൽ ഒരു കോളേജിന്റെ ഫംഗ്ഷൻ പൂർണ്ണമായും റദ്ദാക്കിയ വാർത്ത ഇന്ന് സിറാജ് ദേശീയ പേജിൽ തരുന്നു. ജിഗ്നേഷിനെ മുഖ്യാതിഥിയാക്കി ഗുജറാത്ത് കോളേജ് വാർഷിക പരിപാടി റദ്ദാക്കി. ദളിത് നേതാവും മുൻ MLA-യുമായ ജിഗ്നേഷ് മേവാനിയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനെ തുടർന്ന് വാർഷിക പരിപാടി ഉപേക്ഷിച്ച് ഗുജറാത്തിലെ ഡിഗ്രി കോളേജ് അഹമ്മദാബാദിലെ HK ആർട്സ് മാനേജ്മെന്റ് ആണ് പരിപാടി റദ്ദാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ച് കോളേജ് പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും രാജിവെച്ചു. വിവിധ കോണിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നുവെന്ന് കാണിച്ച് മാനേജ്മെന്റ് പരിപാടി റദ്ദാക്കുകയായിരുന്നു. സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കോളേജ് നടത്തുന്നത് ബ്രഹ്മചാരിവാദി ട്രസ്റ്റാണ്. ട്രസ്റ്റിന്റെ ദളിത് വിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ ഹേമന്ത് ഷായും വൈസ് പ്രിൻസിപ്പൽ മോഹൻഭായ് പാർമറുമാണ് രാജിവെച്ചത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുമ്പോൾ ഇതിന് സമാനമായ ഒരു വാർത്ത ഇന്ന് ദീപികയും 1-ാം പുറത്ത് തന്നിരിക്കുന്നു. അഖിലേഷ് യാദവിനെ എയർപോർട്ടിൽ തടഞ്ഞു. UP-യിൽ സംഘർഷം. അലഹബാദിലേക്ക് പുറപ്പെടാൻ ലക്നൌ ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ UP മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവിനെ തടഞ്ഞു. അദ്ദേഹവും ഇതേമാതിരി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി നേതാക്കളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംബന്ധിക്കാനാണ് അദ്ദേഹം പോയത്. കോളേജുകളെയും ചെറുപ്പക്കാരുടെ സംഗമ വേദികളെയും ഒക്കെ സർക്കാർ ഭയപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സാഹചര്യത്തിലെന്നാണ് ഈ 2 സംഭവങ്ങൾ നമ്മോട് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആസന്നമായി കഴിഞ്ഞിരിക്കുന്നു. 1-2 മാസത്തിനുള്ളിൽ ഇതെല്ലാം കഴിയും. പഴയ പതനങ്ങളും പുതിയ ഉയർപ്പുകളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ആസന്നതയിൽ തന്റെ അനുഭവം പങ്കുവെക്കുന്നു ജോൺ ബ്രിട്ടാസ്. കണ്ണുനീർ കണങ്ങൾ ആസിഡാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി എന്ന ശീർഷകത്തിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലൂടെ സമാനതകളും സദൃശ്യങ്ങളും ചരിത്രത്തോടുള്ള നമ്മുടെ കൗതുകം വർദ്ധിപ്പിക്കും. പൊതു തെരഞ്ഞെടുപ്പിന് 100 ദിവസം മാത്രം ബാക്കി നിൽക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത് 3 പതിറ്റാണ്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിന്റെ ദൃശ്യദളങ്ങളാണ്. 4-ൽ 3 ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ രാജീവ് ഗാന്ധിയുടെ പതനം കണ്ട തെരഞ്ഞെടുപ്പ്. ആ വീഴ്ചയിൽ നിന്ന് കോൺഗ്രസിന് ഇതുവരെ മോചനം നേടാനായിട്ടില്ല എന്നത് മറ്റൊരു സത്യം. നോക്കൂ, 25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു പാർട്ടി കേവല ഭൂരിപക്ഷത്തോടെ ഈ 2014 അധികാരത്തിലേക്ക് ഉയർന്നത് നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യത്തിൽ. എന്നാൽ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ദരിദ്രന്റെ കൺപീലികളിലെ അസുഗണങ്ങളാണ്. രാജീവ് ഗാന്ധിക്ക് പകരം നരേന്ദ്രമോദി വന്നു. ബോഫേഴ്സിന് പകരം റാഫേൽ വന്നു. തന്റെ പിതാവിന്റെ പതനം കുറിച്ച് ഈ ഈരടിക്ക് പകരം മറ്റൊന്ന് സമ്മാനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചക്രം ഉരുട്ടുന്ന രാഹുൽ ഗാന്ധിയെ നമുക്കിന്ന് കാണാം. ഗലി ഗലി മേം ഷോർഹെ, ചൌക്കീദാർ ചോർഹെ. താൻ രാജ്യത്തിന്റെ കാവൽക്കാരനാണെന്ന് വിശേഷിപ്പിച്ച നരേന്ദ്രമോദിയെ കള്ളനായി ചിത്രീകരിക്കുന്ന മുദ്രാവാക്യവുമായാണ് രാഹുലിന് നഷ്ടപ്പെട്ട പ്രതാപത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ സമാനതകൾ കാണുന്നു. കേവല ഭൂരിപക്ഷത്തോടെ തന്നെ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി അന്ന് രാജീവ് ഗാന്ധിയെ മാതിരി മഹാഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധിയെ മാതിരി ആദ്യഘട്ടത്തിൽ വലിയ ആളാണ് തെളിയിച്ചു. പക്ഷേ പിന്നീടോ
കാര്യങ്ങൾ തകിടം മറിഞ്ഞു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുപോലെ മോദിയും എത്തി നിൽക്കുന്നു. അന്ന് ബോഫേഴ്സ് ആയിരുന്നുവെങ്കിൽ ഇന്ന് റാഫേൽ. അതാണ് ബ്രിട്ടാസ് ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ചിത്രം കാണുക. പൊങ്കാലയ്ക്ക് മുന്നോടിയായ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ മമ്മൂട്ടി വേദിയിലേക്ക് എത്തുന്ന ചിത്രം മെട്രോ മനോരമ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.